സോ ഗായ്സ് AJR വ്ലോഗിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുൽ ഗഫൂർ വളാഞ്ചേരി. ഞാൻ വളാഞ്ചേരിയിലല്ല, എവിടെയുള്ളത് ദുബായ്. സോ ദുബായ് സീരീസിന്റെ മറ്റൊരു അധ്യായം. ഇന്ന് നമ്മളെ പ്ലാനിങ് ഇപ്പം ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആക്കി കേട്ടോ. കാരണം ഇന്ന് 4-ാം തീയതി ഇന്ന് 3-ാം തീയതി വെള്ളിയാഴ്ച. സോ 3-ാം തീയതി ഇവിടെ മഴയൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ ഇന്ന് കാലാവസ്ഥ കുഴപ്പമില്ല, നല്ല തെളിയുണ്ട്. അപ്പോൾ നമ്മൾ മിറാക്കൽ ഗാർഡനും പിന്നെ ബുർജ് ഖലീഫയും നമ്മൾ പെൻഡിങ് ഇട്ടതായിരുന്നു. പെൻഡിങ് ഇടാൻ കാരണം വേറെ ഒന്നുമല്ല, പിന്നെ നമുക്കത് വന്ന സമയത്ത് നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോയി. അപ്പോൾ നമ്മളോട് റിലേറ്റീവ് പറഞ്ഞു, അയ്യോ നിങ്ങൾ കയറി, എൻ്റെ 3 ടിക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ ലാസ്റ്റ് മുമ്പിൽ ഞാൻ നോക്കട്ടെ, ഇത് കിട്ടും, ബുർജ് ഖലീഫ കിട്ടുമെന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു. മുമ്പ് പെൻഡിങ് ഇട്ടു. ലാസ്റ്റ് ഞങ്ങൾ ഡേറ്റ് കഴിഞ്ഞു. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ഇനി കാത്തിക്കുന്നില്ല. ഇന്നിപ്പോൾ മിറാക്കൽ ഗാർഡൻ ടിക്കറ്റ് എടുത്തു. പിന്നെ പെർ ഹെഡ് 80 രൂപയാണ്. അതുപോലെ തന്നെ ബുർജ് ഖലീഫ ടിക്കറ്റ് എടുത്തു. പെർ ഹെഡ് 165 രൂപയാണ്. അറിയാല, ദിർഹം രൂപയല്ല, ദിർഹം. അപ്പോൾ അത് എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പം എന്ത് പറഞ്ഞാലും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നീ തിരുത്തൊന്നും വേണ്ട എന്നെ. അങ്ങനെ എന്തായാലും പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പള്ളിയിൽ പോയി വന്നിട്ട് 1 മണി മുതൽ 3 മണി വരെ റംഷാദിന് ക്ലാസ് ഉണ്ട്. അവനക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവന് അതിൽ ബിസിയാവും. അതുകൊണ്ട് ഞങ്ങളൊരു 3:30 മണിക്ക് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങും. 4 മണിക്ക് ഇൻഷാ അല്ലാഹ് മിറാക്കൽ ഗാർഡൻ. ഇന്ന് മിറാക്കൽ ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യും. നാളെ നമ്മൾ ബുർജ് ഖലീഫയിൽ. അത് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു. മറ്റന്നാൾ നമ്മൾ നാട്ടിലേക്കാണ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ. മുത്തുമോളെ വേറെ എന്താണ്? സബ്സ്ക്രൈബ്, പിന്നെന്താ ആ ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. മാക്സിമം ഫോർവേഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോർവേഡ് ചെയ്യാൻ മറ്റു ആളുകളിൽ എത്തട്ടെ. ഇതിന് ഞാൻ ഇൻഫർമേഷൻസ് ഉണ്ടാവും കേട്ടോ. അതായത് ഞങ്ങൾ എത്രയൊക്കെ ടിക്കറ്റ് എടുത്തു, എങ്ങനെ ടിക്കറ്റ് കിട്ടും, ഞങ്ങൾക്ക് ഉണ്ടായ അബദ്ധങ്ങൾ, ഇനി വരുന്നവർക്ക് അത് ഇല്ലാതിരിക്കട്ടെ. അങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ എൻ്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ പള്ളിയിലേക്കാണ്. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെ വാക്കിംഗ് ഡിസ്റ്റൻസിൽ നമ്മളെ പള്ളിയുള്ളത്. 5 മിനിറ്റ് നടന്നാൽ പള്ളിക്ക് നേരെ പള്ളിയിൽ പോകാൻ, നിസ്കരിക്കുക, ഫുഡ് മേടിക്കുക, റൂമിൽ വരിക. ഓക്കെ, ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ മിറാക്കൽ ഗാർഡനാണ് ഇന്നത്തെ പ്ലാനിങ്. നാളെ ബുർജ് ഖലീഫ. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഇനി പെൻഡിങ് ആട്ടോ. വരാനാണ് വീഡിയോ. സോ ഗൈസ്, നമ്മളിന്ന് പിന്നെ മിറാക്കൽ ഗാർഡൻ നമ്മളിന്നിപ്പോൾ പുറപ്പെടുന്നത്. ഇന്ന് വെള്ളിയാഴ്ച മെയ് 3-ാം തീയതി. ഞങ്ങൾ മിറാക്കൽ ഗാർഡനിലാണ് പോകുന്നത്. ഇന്നിപ്പോൾ ജുമാക്ക് കഴിഞ്ഞ് വന്നു. ഇന്നിവിടുത്തെ കാലാവസ്ഥ കുഴപ്പമില്ല, വെതർ കണ്ടീഷൻ ഓക്കെയാണ്. ഞങ്ങളിന്ന് സത്യത്തിൽ ഫോണിലെതിരായിരുന്നു. അപ്പോൾ വെതർ കണ്ടീഷൻ ഓക്കെ ആയപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങുകയാണ്. ഓക്കെ, ഞങ്ങൾ മിറാക്കൽ ഗാർഡനാണ് ഇന്നത്തത്. നാളെ നമുക്ക് ബുർജ് ഖലീഫ. ഓക്കെ, ബുർജ് ഖലീഫയുടെ നാളെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. പിന്നെ ഇന്ന് മിറാക്കൽ ഗാർഡൻ ടിക്കറ്റും. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ ചെയ്യാം. ഞങ്ങളുടെ കൂടെ കൂടുക. ഞങ്ങൾ താഴത്തേക്ക് പോവാണ്. തിങ്കടടാ, ഇതെന്തിനാ ഈ സ്പൂണൊക്കെ എടുത്ത് പോണത്? ഇതെന്തിനാണ്? വലിച്ചേക്കണം. വേണ്ട, അത് വേണ്ട. ഞങ്ങൾ ഇഷ്ടമൊന്നും വലിച്ചേക്കണം. കേട്ടോളാം. ഓണില്ലേ എല്ലാവരും അവിടെ നിന്നോ. അപ്പൊ ഞങ്ങള് പുറത്തിറങ്ങി വണ്ടി കാത്തു നിൽക്കാം കേട്ടോ. നമ്മൾ വണ്ടി വരും. നമ്മുടെ റിലേറ്റീവ് തന്നെയാണ് വണ്ടിയിട്ട് വരാന്ന് പറഞ്ഞു. നമ്മളൊന്ന് പിന്നെ ഊബറിലോ അല്ലെങ്കിൽ കരീമലൊക്കെ ബുക്ക് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ പറഞ്ഞു വേണ്ട ഗഫൂർക്ക് ഞാനിവിടെ ഉണ്ട്, ഞാനിപ്പോൾ വരാം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാതെ പറഞ്ഞു. അപ്പോൾ വന്ന അവൻ്റെ വണ്ടിയിൽ നമ്മൾ നേരെ ഇന്ന് മിറാക്കൽ ഗാർഡനിൽ പോകും. ഏകദേശം 4:30 എത്തിയാൽ മതി. ഈ വെയിലത്ത് പോയിട്ടും കാര്യമില്ല, വെയിലൊക്കെ കുറഞ്ഞ് പോയിട്ട് തന്നെ കാര്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെ എക്സാക്ട്ലി ടൈം കേട്ടോ. അപ്പോൾ വണ്ടിക്ക് കാത്ത് നിൽക്കും.
അപ്പൊ നമ്മളെ വണ്ടി ഇതാ എത്തിയിരിക്കുന്നു. മിറാക്കിലല്ലേ വേറെ പ്ലാനിങ് ഇല്ല. നാളെ അതോടെ നമ്മളെ യാത്ര. ഇന്നലെ ഞങ്ങൾ ഡേ ടു ഡേയിൽ കയറിയിട്ട് ഒന്നങ്ങനെ ഉള്ള കച്ചറൊക്കെ പറഞ്ഞു പോയിരുന്നു. കഴിഞ്ഞില്ല, കുറച്ചും കൂടി പർച്ചേസിങ് ഉണ്ട്. കഴിഞ്ഞപ്പോൾ ദിവസം കഴിഞ്ഞിട്ട് ആവാം. അല്ല നാളെ പൊരിച്ച് ചിലപ്പോൾ കഴിഞ്ഞിട്ട് വൈകുന്നേരം പറ്റുകയാണെങ്കിൽ പറ്റിയില്ലെങ്കിൽ ഞായറാഴ്ച. സോ ഗായ്സ്, ഈ ഗ്ലോബൽ വില്ലേജും പിന്നെ മിറാക്കൽ ഗാർഡനും ഒരേ ദിവസമാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് ആദ്യം ചെയ്തു. കാരണം ഗ്ലോബൽ വില്ലേജ് പെട്ടെന്ന് നടക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് ആദ്യം തന്നെ കഴിഞ്ഞു പോയി. പിന്നീടാണ് ഞങ്ങൾ മിറാക്കൽ ഗാർഡനായിട്ട് വീണ്ടും ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ വരുന്നത്. സോ എന്തായാലും ഇന്നത്തെ നമ്മളെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മിറാക്കൽ ഗാർഡനാണ്. വളരെ എന്തായാലും ദുബായിൽ വരുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഒരു വട്ടം മിറാക്കൽ ഗാർഡനിൽ കയറേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ നല്ല ശരിക്കും കാണാൻ മാത്രമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പിന്നെ വീഡിയോ ഫുള്ള് അതാണ് ഗ്ലോബൽ വില്ലേജ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഫുള്ള് നമ്മൾ മിറാക്കൽ ഗാർഡനിലാണ്. ഇപ്പോൾ നമ്മൾ മിറാക്കൽ ഗാർഡനിലെത്തി. അവിടെ 95 അവിടെ ടിക്കറ്റ് റേറ്റ്. നമ്മൾ അറിവുള്ള പരിചയമുള്ള ആരെ കൊണ്ട് ഇടിപ്പിക്കുകയാണെങ്കിൽ 80 രൂപക്ക് അത് കിട്ടും. 15 ദിർഹം ഒരു ടിക്കറ്റുമ്പോൾ നമുക്ക് ലാഭം കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് മിറാക്കൽ ഗാർഡനിലാണ് കേട്ടോ. അപ്പൊ രണ്ടെണ്ണം ഉണ്ടാക്കിയാൽ പോരെ? പല്ലൊക്കെ പല്ലൊക്കെ കേടാൻ നിക്കണുള്ള പല്ല്. ഇപ്പം പിന്നെ പല്ലൊന്നും കാണിക്കണമെന്നില്ല. പല്ലില്ലേ? പല്ലില്ല എന്നിട്ട് തൊണ്ണിയാമോ ഓനെമ്പരാന്ന് അവനൊക്കെ മറ്റേ ചൈൽഡ് കൊടുക്കില്ല. അവൻ അന്നും പറയും ചൈൽഡിൻ്റെ ഉണ്ടാവില്ല. ഇനി ഉള്ളിലേക്ക് പോവാ. ഉള്ളിലേക്ക് പോവാം. ഫോട്ടോഷൂട്ടാണ് മെയിനായി വേണ്ടി. ഇവിടെ ഫോട്ടോഷൂട്ടുകൾ ഓപ്ഷൻസ് ഉള്ള കേട്ടോ. അതപ്പോൾ ഇങ്ങോട്ട് വരാൻ കാണില്ല എന്തില്ലേ. മിറാക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഫുള്ള് ഇത് കണ്ടാ പുഷ്പാണ്. അതിപ്പോ എന്താ അറിയോ ആ കുതിര ഉണ്ടാക്കിക്കണത്? അത് നമ്മള് 10 മണിയല്ലേ 10 മണി പൂവിന്റെ ബർമിയോ ബർമി ഇത്ര ഉണ്ടാക്കണം. ഓക്കെ, ഫുള്ള് കുതിര റെഡി. ഇവിടെ കണ്ടില്ല, പൂക്കള് കണ്ടില്ല. നല്ല വെളിച്ചത്തിൽ കിട്ടും. ഇവിടെ വെളിച്ചില്ല. ഈ സമയത്ത് നല്ല ഫോട്ടോ എടുക്കണം. മിറാക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഫുള്ള് ഫ്ലവേഴ്സ് കൊണ്ടുള്ള കാഴ്ചകളാണ്. കണ്ടോ നിങ്ങള്? അവിടെ കുതിര, ഇവിടെ മെയില്, ഇവിടെ ഭയങ്കര വെളിച്ചം വരുന്നത് കേട്ടോ. ഫുള്ള് ഫ്ലവർ കൊണ്ട് അമ്മാനം ആടിക്കാണ്. പൂക്കൾ കൊണ്ടാണ് എല്ലാ കളികളും. നല്ല രസമുള്ള സംഭവം. വരി എവിടെ എൻ്റെ മക്കള്? പെൺകുട്ടികളവിടെ എന്താ? ഇത് നമ്മളാ മറ്റേ അമ്പലത്തിൽ നിന്ന് നിൽക്കാറല്ല, അബുദാബിന്ന്.
അവന്റെ ചുണ്ടും സാറില്ല. ഇവിടെ നിൽക്കുക അങ്ങനെ. ഫ്ലൈറ്റ് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. അന്യോ ബാ. നിങ്ങളവിടെ നിന്നോ? നാട്ടിലെവിടെയാണ്? നാട്ടിലെവിടെയാണ്? ആ നാട്ടിലെവിടെ എങ്ങായിമാരെ ഞങ്ങള് മലയാളികളെ മനസ്സിലായി. നാട്ടിലെവിടെ? അത് കണ്ടപ്പോ അത് മനസ്സിലായി. കണ്ടപ്പോ മനസ്സിലായി. രണ്ട് തെണ്ടികള് തെണ്ടാൻ വന്നിട്ടെന്ന് മനസ്സിലായി. ഇവിടെ എന്താ പണി? ഇപ്പൊ ഞങ്ങളിതാ ഇവിടെ ഫോട്ടോഷൂട്ടിലാണ്. ഞാൻ വരാം. അനിയോ 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 നല്ല ചൂടാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞാലേ വിയർപ്പ് കണ്ടില്ലേ, അങ്ങനെ ഒലിക്കാണ് എൻ്റെ മേത്തത് വിയർപ്പ്. എനിക്ക് പൊതുവേ ചൂടിൻ്റെ അസുഖമുള്ള ആളാണ് ഞാൻ. അപ്പോൾ നല്ല ചൂടുണ്ട്. ഓക്കെ, എന്തായാലും ഇന്നലെ മഴ ദിവസമായിരുന്നു, ഇന്ന് ചൂട് ദിവസമാണ്. നമ്മൾ 4:30 വന്നത്. ഓൾമോസ്റ്റ് 4:30 മണിക്കൊക്കെയാണ് മിറാക്കൽ ഗാർഡൻ്റെ അവിടെ എത്തിയത്. പിന്നെ ഇപ്പോൾ സമയം 6 മണിയായി. 1.5 മണിക്കൂർ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക തന്നെയാണ്. കഴിഞ്ഞില്ല, ഇനിയും കുറേ നടക്കാനുണ്ട്. അപ്പോഴാണ് ചൂട് കൊണ്ട് ഇങ്ങനെ വിയർത്തിട്ടേ എൻ്റെ ഗ്ലാമറൊക്കെ പോകുമോ ഷനോ? വിയർത്തിട്ട് എൻ്റെ ഗ്ലാമറൊക്കെ. ആ പോരെ മോനു. എന്താണ് മോനു? ഇജ്ജ് പോവാണ്? ഇജ്ജ് എവിടെയൊക്കെ പോണത്? ഇപ്പടെ കുട്ടി എവിടെയൊക്കെ പോണ്? ഇപ്പടെ കുട്ടി എവിടെക്കാണ് പോണത്? എവിടെ അന്നു? എവിടെ എവിടെടാ? സെൽഫി സ്റ്റിക്ക് വേറെ ഒന്ന് കാണണം. ആ പറഞ്ഞോ. ഞാൻ അജ്ജുണ്ട്. നമ്മളെ വീഡിയോയിൽ ഫുള്ള് ഇജ്ജന്നല്ലേ? പക്ഷെ നമ്മളെ സ്റ്റാർ നമ്മളെ സ്റ്റാർ ഇജ്ജല്ലേ? തിന്നലെ പിന്നെ നടക്ക് ഹീറോ, നടക്ക് ഹീറോ. നടക്കടോ, ഇത് നടക്ക്. അനോ ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കോ, ക്യാമറക്ക് നോക്കിക്കോ. ആ എങ്ങനെ ആ ലൈറ്റ് കത്തുപ്പോ കുറച്ച് കഴിഞ്ഞാല്. ബാ അനോ. ആ ഇവിടെ കുറെ വിന്നിന്റെ പരിപാടികളുണ്ട് കേട്ടോ. ഇവിടെ എന്താ ഇതില് 8 റിങ്സ് 20 ദിർഹം. എന്നിട്ട് ഈ ബോട്ടിൽസിൽ ഇടണം, എന്നാൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, ദെൻ ആ ഗോൾഡ് ബോട്ടിൽസിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ബോട്ടിൽസ് ഐപാഡാ. അപ്പം നമുക്ക് ഐപാഡ് കിട്ടും. ഓക്കെ, ആ താങ്ക് യു. ഇവിടൊക്കെ ഇങ്ങനെ
വിന്നിൻ്റെ പരിപാടികളാണ്, ഓരോ ഗെയിമുകളാണ്. ഓക്കെ, ഇവിടൊക്കെ ഗെയിമുകളാണ്. ഇതെന്ത് ഗെയിമാണ്? ഇത് ആ വലയിട്ട് തറാവിനെ പിടിക്കുക. ഏത് വലയിട്ട്? ആ വല തരും, ആ വലയിട്ട് തറാവിനെ പിടിക്കുക. അപ്പോൾ ഇത് സ്പീഡ് കൂട്ടുമോ? അല്ല, അതിൻ്റെ അടിയിൽ നമ്പർ ഉണ്ടാവും. ആ നമ്പർ എങ്ങനെ വരുന്നത് നോക്കിയിട്ട് 2, 3 ആണെന്നുണ്ടെങ്കിൽ സ്മോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാം. 4 to 11 ആണെന്നുണ്ടെങ്കിൽ മീഡിയത്തിൽ 12 പോലാണെങ്കിൽ വലുത്. അല്ല, ഒന്നുമില്ലാത്തതുണ്ടാവില്ലേ? നില്ലുണ്ടാവില്ലേ? നില്ല് ഓൾസോ തരാം. Without number also there, huh? There will be any duck with 0 number? If 0, no, you cannot add the 0. All have number. All have number. എല്ലാവരും നമ്പർ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ 20 റാമിന് നമുക്ക് കളിക്കാൻ പറ്റിയൊരു കളി. ഞങ്ങൾ ഒരു ഷൂട്ട് വീഡിയോ വേണ്ടടാ. എവിടെ നമ്മളെ ഫാമിലിയൊക്കെ എവിടെ? രജന, മുത്തുമ്പോൾ തലയിൽ തട്ടിട്ടോക്കാം. സനു എവിടെ? വെള്ളച്ചാട്ടം ഇത് എക്സിറ്റ് ആയിട്ടോ. ഓക്കെ, നമുക്ക് ഇനി അപ്പുറം കറങ്ങാണ്ട്, നമ്മളൊരു സൈഡ് കറങ്ങിയിട്ടുള്ളൂ, നമ്മൾ എക്സിറ്റ് ആവണില്ല. ഫാമിലി പാട്ട് എടുക്കാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. എന്താ സിനിമാറ്റിക് ഇനിവരൊക്കെ എടുത്തോളൂ കേട്ടോ. ഞാനൊരു മിനിറ്റ് ഇപ്പോൾ വരാം കേട്ടോ. ഒക്കെ ഒരു പെണ്ണ് സെറ്റ് ആയിക്കണേ, ഞാൻ അവളെ കണ്ടിട്ട് വരാം. ഫുള്ളൊരു കറക്കം കറങ്ങിയോ? ഇവിടെ മഗ്‌രിബ് വാങ്ങി കൊടുത്തു കേട്ടോ. ഓക്കെ, മഗ്‌രിബ് വാങ്ങി കൊടുത്തു. കുട്ടിനെ കറിയിക്കടാ. എവിടെ രമ്യ? കം ഫാസ്റ്റ്. ഒക്കെ മിറാക്കൽ ഗാർഡൻ കേട്ടോ. മിറാക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് ഇഷ്ടം പോലെ നടക്കാൻ പോലെ വാങ്ങി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം, സൗകര്യങ്ങളുണ്ട് കേട്ടോ. അല്ലാ, ഇതെന്താ? എന്തിനാ തെറ്റി? അല്ലാ, ഇതെടുക്കട്ടെ. ഇതെന്റെ കുട്ടിക്ക് പറ്റി. സനു തെറ്റിപ്പോയില്ല. സനു തെറ്റിട്ടുണ്ടാവും അല്ലേ? സനുവിടെ? സനുവിനെ ഞാൻ കാണിച്ചു തരാം. നല്ല അടി കൊടുക്കണം സനുവിന്. എന്താ പ്രശ്നം? എന്താണ് ചായ? ചായ വേണം. ചായ മേടിച്ചാൽ അങ്ങോട്ട്. മുത്തുമ്പോളെ മേലക്കൊക്കെ How much for the tea pan? ചൂടത്ത് വള്ളികളുടെ ഇടയിൽ കാട്ടിൽ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. കൊക്കക്കോളി ഷവർമി. മഴ പെയ്യാന്നുണ്ടെങ്കിൽ എല്ലാരും ഓരോ കോളം എടുത്തിട്ടുണ്ട്. അങ്ങനെ മിറാക്കൽ ഗാർഡൻ്റെ ഉള്ളിൽ വെച്ച് നമ്മളിതാ താങ്ക് യു. You have straw? One. Then Coke 2. Then give me 5 straw. Okay. Yeah, thank you.
With ketchup mayonnaise, okay? താങ്ക് യു. കച്ചപ്പ് മൈനസ് കൊണ്ടുകൂടെ. സോ ബോസ് ഇതാ. സോ ഗൈസ് മിറാക്കൽ ഗാർഡൻ ഇപ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ടപ്പോൾ ഇതാണ് കോലം കേട്ടോ. ഞങ്ങൾ നേരത്തെ വന്ന് ഞങ്ങൾ കുറേ നേരമായി. ഇതാ അങ്ങോട്ട് നമ്മൾ നേരത്തെ ഇതിലൊക്കെ പോയി അതിൽ ഫുള്ള് കറങ്ങി ഫോട്ടോ ഇതിൽ അതേ പോയില്ല. അങ്ങോട്ട് വാ. ആ ഓക്കെ വാ വരും കിട്ടണമെങ്കിൽ വേഗം വരണം കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഇനി ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഗുഹ അല്ലേ, ആ മരത്തിൻ്റെ അടിയിലൊരു ഗുഹ കണ്ടോ, രസമായിട്ടുണ്ട്. ഓക്കെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ വന്ന് അവിടെയാണ് ഒരു ഭൂതം ഇരിക്കണത്. ആ ഇത് അപ്പുറത്തന്നെ അതിന് വഴി അടച്ചിക്കണം. നോക്ക് ഇതൊരു റൗണ്ടാണ് താത്ത. നമ്മളിപ്പോൾ എൻട്രി ചെയ്തത് ഇവിടുന്നാണ്. സേവ് എൻട്രി പോയിന്റ്. നമ്മൾ ഈ സൈഡ് പോയിട്ടില്ല, അപ്പം ഈ സൈഡ് കിടക്കാം. ആ സൈഡ് ഫുള്ളി നമ്മൾ നടന്നു. അവിടെ ഇറങ്ങുന്നതാ. ഇതാണോ ഇതാ മിറാക്കൽ ഗാർഡനിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ മോൾ ഇതാണ് പറയുന്നത്, ഇവിടെ ഉണ്ട്. ആ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് അവിടെ. കേട്ടോ വേം വരി. മുത്തുമോൾ അവിടെ, മുത്തുമോൾ അവിടെ ഷോ ഉണ്ട്. അവിടെ സ്റ്റേജൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ അതവിടെ ആ കയ്യിൻ്റെത്. ആ സ്റ്റേജ് അവിടെയൊക്കെ കറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഉമ്മൊക്കെ കറങ്ങണ്ടോ. മരങ്ങൾക്കിടയിൽ ഇതാ ഒരു പപ്പായൻ്റെ മരം കേട്ടോ. ഓമക്കായ പപ്പായ. കുഴപ്പമില്ല അതൊക്കെ ഇതിൽ പറഞ്ഞതാ. അതൊക്കെ ആ സ്പിരിറ്റ് എടുത്താൽ മതി.
നല്ല ലൈറ്റുകളുണ്ടോ, മരത്തിൻ്റെ മുകളിൽ ലൈറ്റുകൾ ഇങ്ങനെ വിൽക്കണ പോലെ. ഇതൊക്കെ ഒരു വെറൈറ്റി സംഭവം. കൈ പുറത്തന്നെ നമ്മൾ പോകുന്നത് തന്നെയാണ്. അല്ല പുറത്ത് കുതി തന്നെ പോവാം. അറബികൾ വരി കിക്കണ അറബികൾ ഒക്കെ ഉണ്ട്. അതാ വണ്ടി വന്നിട്ടാ. യൂട്യൂബിൽ നമ്മളിതാ പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാ സമയം രാത്രിയായി. ഇപ്പൊ സമയം 8:45. ഞങ്ങളെ വണ്ടി ഇതാ നമ്മൾ കരീമയിൽ ബുക്ക് ചെയ്തു. വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ പോവാണ്. ഓക്കെ കുട്ടിയെടുത്ത ബാ 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 കം ബാ. ഞങ്ങളിതാ മിറാക്കൽ ഗാർഡനും കഴിഞ്ഞ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണം. പോവാണ് കേട്ടോ. ടാറ്റാ ബൈ ബൈ. മോട്ടോർ ബൈക്ക് മോഡൽ വണ്ടി, കാറും അല്ല മോട്ടോർ ബൈക്കും അല്ല. മക്കളെ ഞങ്ങളിതാ റൂമിലെത്തിട്ടാ. ഞങ്ങളിത് അവിടെ ഇറങ്ങി. ആ കോർണറിൽ ഇറങ്ങി. കാരണം ഭയങ്കര ട്രാഫിക്. ഞങ്ങൾ വന്ന വണ്ടി അതാ നിൽക്കണം. കണ്ട ആ പോണിനോ ഈ ട്രാഫിക് നീങ്ങണില്ല. ഒരു 3 മിനിറ്റ് ഞങ്ങൾ ആ ട്രാഫിക്കിലിരുന്ന്. ഇതാണ് ഞങ്ങളെ റൂം. അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇതിങ്ങനെ ഉരുളിനനുസരിച്ച് ഇരിക്കണക്കാട്ടി നല്ലത് ഞങ്ങളാണ്ട് പോയിക്കോളാം. നമുക്ക് റൂം തൊട്ടടുത്താണ്, ദൂരമില്ല. അപ്പം ഞങ്ങളങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ബക്കാലിൽ നിന്ന് നമ്മൾ ഡെയിലി സാധനം മേടിക്കുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റ് 24 hours മാർക്കറ്റാണ്. ഇതിന് നേരെ അപ്പുറത്ത് നമ്മളെ റൂം. ഇത് ആ റോഡ്, ആ പോണ റോഡാ നമ്മളെ റൂമിൽ എടുക്കുന്ന റോഡാ. ഓൻ്റെ വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ ഇനിയും 15 മിനിറ്റ് ഇരിക്കേണ്ടി വരും. ഇതാ ആ ബക്കാല ഇതാ കാണണം. നമ്മളെ റൂം ഇതാ കാണണം. ഇത്രേ ഉള്ളൂ. ഈ വളവ് കൊണ്ട് നടന്നു വരിക. ആ വളവ് നടക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഓൻ്റെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുക മണിക്കൂറുകൾ.